ഈ വരുൺ ഇങ്ങനെ ഇതേ ആറ്റിറ്റ്യൂഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയാലേ ഈ അടുത്ത കാലത്തൊന്നും ഡൈവേഴ്സ് കിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ അബ്യൂസ് കേസ് ചാർജ് ചെയ്യണം. ആ വഴിക്ക് പോണമെന്നില്ല സാർ. എന്നാ പിന്നെ കേസ് നീണ്ടു പോകും. അയാൾ ഓരോ തവണയും കൗൺസിലിംഗ് സെഷനിൽ വന്ന് നല്ല പുള്ള കളിച്ചങ്ങ് പോകും. കേസ് അങ്ങനെ നീണ്ടുപോകും. ഡൈവേഴ്സ് ഒന്നും കിട്ടൂല. യു പ്ലീസ് ഹാവ് ഇറ്റ്. ഞാൻ എൻ്റെ സിൻസിയർ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ തിങ്ക് ഓവർ ആൻഡ് ടെൽ മീ. വി വിൽ ഡു അക്കോർഡിംഗ്ലി. ഓക്കെ? ഇത് എത്രാമത്തെ പ്രാവശ്യം ഈ കാണണേ? അവൻ ഉറങ്ങിയോ? ആ, എനിക്ക് നല്ല വിശപ്പ്. നല്ല മൂഡിലെല്ലാം തോന്നുന്നു. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇങ്ങനെ വിശക്കാനായിട്ട് ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് നിനക്ക് ഇരുന്നൂടായിരുന്നോ? പപ്പടല്ലേ അമ്മ? അച്ഛനും അതെ മോളും അതെ, ഒരു കാര്യം പറഞ്ഞ് കേൾക്കൂല. മോളെ പോയിട്ടെന്തായി? സ്ഥിരം പരിപാടി തന്നെ. അയാൾ വന്ന് മാന്യം കളിച്ച് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് പോയി. വക്കീൽ എന്ത് പറഞ്ഞു? എന്തു പറയാന്, ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇതെന്തായാലും ഡിവോഴ്സിലേ ചെന്ന് എത്തുള്ളൂ. അത് മാക്സിമം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഇയാളെ കൊണ്ട് പറ്റും. എന്നെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും അയാൾക്കില്ല. മോളുടെ മനസ്സിപ്പോഴും വക്കീൽ ഓഫീസിൽ തന്നെയാണോ? ഏയ്, ധ്രുവിന്റെ ഫുട്ബോൾ ക്യാമ്പിൽ വെച്ച് ജിമ്മീനെ കണ്ടിരുന്നു. അതിനിങ്ങനെ നോക്കണ്ട, ജസ്റ്റ് കണ്ടു, കുറച്ചേരം സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. എണീറ്റോ? വരാം. ഇനി ഇതാലോചിച്ച് നേരം വെളുപ്പിക്കണ്ട.